ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലല്ലല ഫാമിലീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ നൂഡിൽസാണ്. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് സോയാ സോസ്, പെപ്പർ പൗഡർ, മുട്ടയുടെ വെള്ള, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നൂഡിൽസ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഇങ്ങനെ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്തിന് ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് തുറന്ന് വിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. അതിനുശേഷം അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇട്ട ഉടനെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യമായിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതിനുശേഷം സവാള, ക്യാരറ്റ്, ക്യാബേജ് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കണമെന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഇല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയാവും. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അവസാനം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അത്ര വേവില്ലാത്തതുകൊണ്ടാണ് അവസാനം ഇട്ട് കൊടുത്തത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. 2 സ്പൂൺ ഉപയോഗിച്ച് നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉടഞ്ഞു പോകാതെ നല്ല രീതിക്ക് തന്നെ നൂഡിൽസ് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അവസാനമായിട്ട് കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.